CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ ഏതായാലും ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം സങ്കടം നൽകുന്നതും കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ തിരിച്ചടി നൽകുന്നതുമായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐസിഎൽ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ ശ്രമിക്കുക. ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2024-25 സീസൺ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ സീസണിൽ 8 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റുമായി 10ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഉള്ളത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആദ്യ 9 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്തായിരുന്നു. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ആദ്യ 9 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ 17 പോയിന്റുകളാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു തകർച്ചയുടെ പ്രധാന കാരണം എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് തന്നെയാണ്. കയ്യിലുണ്ടായിരുന്ന മികച്ച താരങ്ങളെ വിറ്റുകളയുകയും അവർക്ക് പകരം പുതിയ സൈനികൾ നടത്താത്തതും ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി തന്നെയാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മാനേജ്മെന്റിനെ പുറത്താക്കാനുള്ള പ്രതിഷേധമൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർത്തുന്നുമുണ്ട്. ഏതായാലും ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ പൂർവാധിക ശക്തിയോടുകൂടി തിരിച്ചു വരുന്നതിന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു വാർത്ത എന്നുള്ളത് ഏതൊരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനും സങ്കടം നൽകുന്നത് തന്നെയാണ്. ക്വാമി പെപ്ര, നവോച്ച സിംഗ്, രാഹുൽ KP ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന താരങ്ങൾ ബേസ്മാൻ നിയമപരിധിയിൽ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ബേസ്മാൻ നിയമപ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 7 പ്രധാന താരങ്ങൾക്ക് വരാനിരിക്കുന്ന ജനുവരി മുതൽ മറ്റ് ക്ലബ്ബുകളുമായി ചർച്ച നടത്താനോ അല്ലെങ്കിൽ പ്രീ കോൺട്രാക്റ്റിൽ ഒപ്പിടാനോ സാധിക്കുന്നതാണ്. ക്വാമി പെപ്ര, അലക്സാണ്ടർ കൊയ്ഫി, നവോച്ച സിംഗ്, രാഹുൽ KP, ഇഷാൻ പണ്ഡിത, സൗരവ് മണ്ഡൽ, ബിജോയ് വർഗീസ് എന്നിവരുടെ കരാർ ഈ 2025 മെയ് മാസത്തിലാണ് അവസാനിക്കുന്നത്. ഈ താരങ്ങൾക്ക് ഈ ഡിസംബർ മുതലോ ജനുവരി മുതലോ മറ്റ് ക്ലബ്ബുകളുമായി ചർച്ച നടത്താനും വേണമെങ്കിൽ പ്രീ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനും അവകാശമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരമാണ് ക്വാമി പെപ്ര എന്നുള്ളത്, കൂടാതെ നവോച്ച സിംഗും. ഏതായാലും ഈ 2 താരങ്ങൾക്കും ഈ ഒരു ബേസ്മാൻ നിയമം ഉപയോഗിക്കാൻ കഴിയുന്നത് തന്നെയാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് ഇനി മുന്നിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ താരങ്ങൾക്കെല്ലാം തന്നെ ഈ ഒരു മാസങ്ങൾക്കുള്ളിൽ ഇനി വരാൻ പോകുന്ന ഈ 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ പുതിയ കോൺട്രാക്റ്റ് അഥവാ കരാർ നൽകുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ഈ താരങ്ങളെല്ലാം മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകനായിട്ടുള്ള മിക്കാൽ സ്റ്റെയറിനെ കുറിച്ചാണ്. നമുക്കറിയാം പഴയ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചിന്റെ അത്ര ഇമ്പാക്റ്റ് ഒന്നും ഇതുവരെയായിട്ട് മിക്കാൽ സ്റ്റെയർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എന്ന ക്ലബിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ മോശം പ്രകടനത്തിനുള്ള പ്രധാന കാരണം മാനേജ്മെന്റ് തന്നെയാണ് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മിക്കാൽ സ്റ്റെയറുടെ ഈ ഒരു ഫോർമേഷനിൽ അധിക താരങ്ങളും തൃപ്തരല്ല എന്ന് നമുക്ക് കളി കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതുമാണ്. സൂപ്പർ താരവും മജീഷ്യനുമായിട്ടുള്ള അഡ്രിയാൻ ലൂണ ഈ ഒരു പരിശീലകന് കീഴിൽ നല്ല രീതിയിൽ ഫോം ആവാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ എടുത്തു പറഞ്ഞതുമാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡ്, റൈറ്റ് ബാക്ക് പൊസിഷനുകളിൽ മികച്ച ഇന്ത്യൻ താരങ്ങൾ ഇല്ലാത്തത് സ്റ്റെയറയുടെ ഫോർമേഷൻ പാളാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ ടീമിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം സ്റ്റെയറയാണെന്ന രീതിയിലാണ് മാനേജ്മെന്റിന്റെ പുതിയ നീക്കം. അതിനുള്ള ചില സൂചനകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. വരുന്ന ഡിസംബറിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു പ്രധാന യോഗം ചേരുന്നുണ്ടെന്ന വിവരം ഞങ്ങൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ക്ലബ് മാനേജ്മെന്റ് പ്രതിനിധികളും ഡയറക്ടറും സിഒയും സ്പോർട്ടിംഗ് ഡയറക്ടറും മൈക്കൽ സ്റ്റെയറെ എന്നിവർ പങ്കെടുക്കുന്ന നിർണായക യോഗമാണിത്. ഈ ഒരു യോഗത്തിൽ പ്രധാനമായും ബ്ലാസ്റ്റേഴ്സിന്റെ 2 കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയെ കുറിച്ചുള്ള ചർച്ചകളാണ് ആദ്യ അജണ്ടയിലുള്ളത്. കൂടാതെ സ്റ്റെയറുടെ കാര്യവും മാനേജ്മെന്റ് ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. സ്റ്റെയറുടെ ടീമിലെ ഭാവി തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയം എന്നുള്ളത്. അതിനാൽ ഡിസംബറിൽ നടക്കുന്ന ഈ യോഗത്തിന് മുമ്പുള്ള മത്സരങ്ങളിൽ മികച്ച റിസൾട്ട് കൊണ്ടുവരിക എന്നത് തന്നെയാണ് സ്റ്റെയറുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്റ്റെയർ ഇനി അങ്ങോട്ടുള്ള എല്ലാ മത്സരങ്ങളിലും നല്ല രീതിയിൽ തന്നെ ഫോർമേഷനും കൂടാതെ തന്നെ താരങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ട്രെയിൻഡ് ആക്കിക്കൊണ്ട് കളത്തിലേക്ക് ഇറക്കണം എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളതും. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഐസിലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐസിൽ അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.